രാഷ്ട്രീയം സമകാലിക പശ്ചാത്തലത്തിൽ കാണുന്ന ഏറ്റവും ഓജസ്സുറ്റ തെരഞ്ഞെടുപ്പ് പ്രചാരകയാവുകയാണ് പ്രിയങ്ക ഗാന്ധി. തന്റെ 20കളിൽ തന്നെ പ്രിയങ്ക നേതൃപാടവം തെളിയിച്ചതാണ്. പ്രസംഗത്തിലും നടത്തത്തിലും നോട്ടത്തിലും വരെ ഇന്ദിരാഗാന്ധിയോട് പുലർത്തുന്ന സാദൃശ്യം വളരെ പെട്ടെന്ന് തന്നെ പ്രിയങ്കയെ ജനമനസ്സുകളിലേക്ക് അടുപ്പിക്കും. ഹിന്ദി ഹൃദയഭൂമിയിൽ പെട്ടെന്ന് കളം പിടിക്കാനുള്ള പ്രത്യേക വൈഭവങ്ങൾ പ്രിയങ്കയിലുണ്ട്. നെഹ്റുവിനും ഇന്ദിരയ്ക്കും ശേഷം ആ കുടുംബത്തിൽ നിന്ന് നന്നായി ഹിന്ദി പറയുന്ന നേതാവിനെ കാണുന്നത് പ്രിയങ്കയിലൂടെയാണ്. കിഴക്കൻ യുപിയിൽ നിന്നുള്ള പെൺകുട്ടി ആണെന്നേ പ്രിയങ്ക ഹിന്ദി പറയുമ്പോൾ തോന്നൂ. വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പ്രിയങ്കയുടെ ഹിന്ദി ഭാഷാശുദ്ധിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. തേജി ബച്ചനിൽ നിന്നാണ് താൻ ഹിന്ദി പഠിച്ചതെന്നാണ് പ്രിയങ്ക പറഞ്ഞത്. സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചന്റെ അമ്മയാണ് തേജി ബച്ചൻ. 2014 തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചതിനു ശേഷം പ്രിയങ്ക പൊടുന്നിനെ പൊതുരംഗത്ത് നിന്നും അപ്രതീക്ഷയായി. ഇതിന് ആദ്യ കാരണമായി പറഞ്ഞത് കുഞ്ഞുങ്ങളെ നോക്കാൻ ആണെന്നതാണ്. ശത്രുക്കൾ പറഞ്ഞത് മറ്റൊന്നാണ്. പ്രിയങ്ക പൊതുരംഗത്ത് വന്നാൽ രാഹുൽ നിഴലാകും എന്നതാണ്. മറ്റൊന്ന് ആരോപണ വിധേയനായ വ്യവസായി റോബർട്ട് വദ്രയുടെ ഭാര്യ ആയതുകൊണ്ടാണെന്നാണ്. പൊടുന്നനെയാണ് പ്രിയങ്കയെ AICC ജനറൽ സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് അധ്യക്ഷന്റെ ഉത്തരവ് വരുന്നത്. ചുമതല നൽകിയതോ മോഡിയും യോഗിയും അടക്കി വാഴുന്ന കിഴക്കൻ ഉത്തർപ്രദേശിൽ. ഒരർത്ഥത്തിൽ സിംഹമടയിലേക്കാണ് പ്രിയങ്ക തേരോട്ടം നടത്തേണ്ടത്. രാഷ്ട്രീയ നീക്കങ്ങൾ പ്രിയങ്കയ്ക്ക് പുത്തിരിയല്ല, പാഠവുമാണ്. SP കോൺഗ്രസ് സഖ്യത്തിന്റെ മുഖ്യശില്പികളിൽ ഒരാളായി പ്രിയങ്ക അണിയറയിൽ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നീക്കം പരാജയപ്പെട്ടെങ്കിലും വലിയ രാഷ്ട്രീയ പാഠമാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചത്. രാഹുൽ ഗാന്ധി വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലം, രോഗചികിത്സയ്ക്ക് സോണിയ വിദേശത്തേക്ക് പോയ കാലം, എല്ലാ നയരൂപീകരണ യോഗങ്ങളിലും ജ്യേഷ്ഠന്റെ തൊട്ടടുത്ത പ്രിയങ്കയുണ്ടായിരുന്നു. അന്ന് പ്രിയങ്ക ആശയവിനിമയം നടത്തിയ സംസ്ഥാന കമ്മിറ്റി പ്രധാനമായും ഉത്തർപ്രദേശായിരുന്നു. ഉത്തർപ്രദേശിൽ പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന ദുർഘട ദൌത്യമാണ് പ്രിയങ്ക ഏറ്റെടുത്തിരിക്കുന്നത്. ഒന്നും കാണാതെയല്ല കോൺഗ്രസ് പ്രിയങ്കയെ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ MPമാരെ സംഭാവന ചെയ്ത ഉത്തർപ്രദേശിൽ അയച്ചിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ഒരു തൂക്കസഭ ആണെന്നാണ് സൂചനകൾ. കോൺഗ്രസ് പിന്നിൽ നിന്ന് ഏതെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ പിന്തുണച്ചേക്കാം. അടുത്ത തെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത്. അതിൽ വരുന്നത് കോൺഗ്രസിന് മേൽക്കൈയുള്ള സർക്കാർ ആവണമെന്ന് രാഹുലിന് നിർബന്ധമുണ്ട്. ഇവിടെയാണ് പ്രിയങ്കയുടെ പ്രാധാന്യം. ഉത്തർപ്രദേശിൽ പാർട്ടിയെ ശക്തമാക്കുക എന്നത് മാത്രമല്ല, ഉത്തർപ്രദേശിന് ഭരണം പിടിക്കുക എന്നതാണ് ദൌത്യം. പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള യാത്രയിൽ രാഹുലിനെ സഹായിക്കുക പ്രിയങ്കയുടെ ഉത്തർപ്രദേശിലെ പ്രവർത്തനങ്ങളാകും. അതിന് പ്രിയങ്ക ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാകണം. അതിൽ കുറഞ്ഞതൊന്നും രാഹുൽ ആഗ്രഹിക്കുന്നില്ല.